ജിയോ പൊളിറ്റിക്സിൽ ഈ അടുത്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഉടമ്പടിയാണ് ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി. എന്താണ് ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി? ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്? എന്താണ് ഈ ഉടമ്പടിയുടെ പ്രാധാന്യം? ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി 1 വർഷത്തേക്ക് കൂടി നീട്ടുവാനായിട്ട് അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും ധാരണയിലെത്തി. ഈ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലോകത്തിലെ ന്യൂക്ലിയർ വാർഹെഡ്സിന്റെ 87% റഷ്യയും യുഎസിന്റെയും കൈവശമാണ്. ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് സ്റ്റാർട്ട് 1 ഉടമ്പടി എന്താണെന്നാണ്. സ്റ്റാർട്ട് എന്നാൽ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി, അതായത് വിനാശകരമായ ആയുധങ്ങൾ കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഉടമ്പടിയാണിത്. സ്റ്റാർട്ട് 1 ഒപ്പുവെച്ചത് 1991-ൽ, അതായത് ശീതയുദ്ധം അവസാനിക്കുന്ന സമയത്ത് അമേരിക്കയും അന്നത്തെ USSR തമ്മിൽ ഒപ്പുവെച്ചതാണ് ഈ ഉടമ്പടി. അപ്പം ഇത് 1994-ലാണ് നിലവിൽ വന്നത്. പിന്നീട് സ്ട്രാറ്റജിക് ഒഫൻസീവ് റിഡക്ഷൻസ് ട്രീറ്റി SORT എന്ന ഉടമ്പടി സ്റ്റാർട്ട് 1 ഉടമ്പടിയെ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം 2010-ൽ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി ഒപ്പുവെക്കുകയും ഇത് 2011-ൽ നിലവിൽ വരികയുമാണ് ചെയ്തത്. 2021 വരെ കാലാവധി ഉണ്ടായിരുന്ന ഈ ഉടമ്പടി പിന്നീട് 2026 വരെ നീട്ടുകയുണ്ടായി. ഈ ഉടമ്പടി അമേരിക്കയ്ക്കും റഷ്യയ്ക്കും കൈവശം വെക്കാവുന്ന ലോങ് റേഞ്ച് വെപ്പൺസിനെ പരിമിതപ്പെടുത്തി ഇതുവഴി സ്ട്രാറ്റജിക് ആംസിനെ കുറച്ചുകൊണ്ട് തീവ്രമായ യുദ്ധ സാധ്യത കുറയ്ക്കുന്നതിലേക്ക് നയിച്ചു. എന്നാലും ഈ ഉടമ്പടി ഒരു ആശങ്ക നിലനിൽക്കുന്നത്, ഈ ഉടമ്പടി ഡിപ്ലോയിഡ് സ്ട്രാറ്റജിക് ന്യൂക്ലിയർ വെപ്പൺസിൽ മാത്രമേ നിയന്ത്രണം കൊണ്ടുവരുന്നുള്ളൂ എന്നതാണ്. അതായത് യുദ്ധസജ്ജമായി നിൽക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങളിൽ മാത്രം. എന്നാൽ നോട്ട് ഡിപ്ലോയിഡ് സ്ട്രാറ്റജിക് ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യത്തിൽ, അതായത് സൈനിക ശേഖരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതോ ഡിസ്മാന്റലിംഗ് ചെയ്യാനുള്ളതോ റിസർവിൽ ഉള്ളതോ ആയ ആയുധങ്ങളിൽ ഈ ഉടമ്പടി നിയന്ത്രണം ഒന്നും തന്നെ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത.